ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ വറുത്തതും പൊരിച്ചതൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ സ്റ്റീം ചെയ്തെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മധുരക്കിഴങ്ങ്, അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി, മുളക് ചമ്മന്തി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെണ്ടമുറി എന്ന് പറയണ പോലെ ആണ് നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നെപ്പോലുള്ള ചില ആളുകൾക്കെങ്കിലും ഈ മധുരക്കിഴങ്ങിന് ഇത്തിരി മധുരം ഉള്ളതുകൊണ്ട് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ആ മുളക് ചമ്മന്തിയുടെ കൂടെ ഇത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ. അറിയണവരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ കപ്പ എങ്ങനെ കഴിക്കണോ അതുപോലെ സ്വാദാണ് മധുരക്കിഴങ്ങ് ചമ്മന്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്മാവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പുമാവ്. ഇനി ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പുതിയ പുതിയ സ്നാക്ക് ഐറ്റംസ്, അതായത് കട്ട്ലറ്റ്, അതുപോലെ ബോണ്ട, ഒരുപാട് വാട, അതൊക്കെ നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാം. പതുക്കെ പതുക്കെ ഞാൻ ചെയ്യാം കേട്ടോ. മധുരക്കിഴങ്ങ് ഒരുപാട് തവണ കഴുകേണ്ടി വരും. മണ്ണിനടിയിൽ ഉണ്ടാവുന്നതായതുകൊണ്ട് തന്നെ ചളി നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് കഴുകി 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 തന്നെ വേണം കളയാൻ വേണ്ടി. തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലതൊന്ന് വൃത്തിയായിട്ട് കഴുകിയാൽ മതി. വെന്ത് കഴിഞ്ഞിട്ട് തൊലി കളയണതാണ് കുറച്ചും കൂടി എളുപ്പവും. പിന്നെ വെള്ളത്തിൽ മധുരക്കിഴങ്ങ് ഇട്ടിട്ട് വേവിച്ച് എടുത്തിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും അത്യുത്തമം നമ്മൾ ആവിയിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ്. ഈ ചെണ്ടമുറിയൻ എന്ന് പറയുന്നത് പോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് നമ്മളിതിനെ ആവി കയറ്റി വേവിച്ചെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഇതിനുള്ള മുളക് ചമ്മന്തി എന്ന് പറയുമ്പോൾ പച്ചമുളകാണ് കേട്ടോ. കാന്താരി ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നല്ല എരിവുള്ള ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ, അതെടുക്കുക. ഞാനൊരു 6-7 മുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി. ശരിക്കും പറഞ്ഞാൽ ഈക്വലായിട്ട് വരണം എന്നാണ്, ഉള്ളിയും മുളകും ഈക്വലായിട്ട് വരണം. അപ്പോൾ ഭയങ്കര എരിവായിരിക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അല്ല, നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്തിട്ടാണല്ലോ. പിന്നെ കുറച്ചല്ലേ കഴിക്കുള്ളൂ, ക്വാണ്ടിറ്റി ഒരുപാട് എടുക്കലില്ല ചമ്മന്തിയുടെ. ശരിക്കും മുളക് ചമ്മന്തി ശരിയായിട്ടുള്ള രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ മുളക് നല്ലോണം വേണം. ഇനി ഉപ്പ് ചേർത്ത് അരയ്ക്കരുത്. ഉള്ളി ഉപ്പ് ചേർത്ത് അരച്ചാൽ കൂടുതൽ കയ്പ്പ് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം നമുക്കൊന്ന് ഉപ്പില്ലാതെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ നല്ല പോലെ പച്ച വെളിച്ചെണ്ണ ഒട്ടും പിശുക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം ആ എരിവിനെ ബാലൻസ് ചെയ്യണമെങ്കിലും ആ ഒരു സ്വാദ് വരണമെങ്കിലും വെളിച്ചെണ്ണ വേണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ മുളക് ചമ്മന്തി, പ്രത്യേകിച്ച് ഇത് നമ്മൾ കപ്പയ്ക്കും അതുപോലെ ഈ മധുരക്കിഴങ്ങിനൊക്കെയാണ്. ഞാനിത് ദോശയ്ക്കല്ല കേട്ടോ, ദോശയ്ക്ക് ഉണ്ടാക്കണ മുളക് ചമ്മന്തി ഞാൻ വറ്റൽ മുളക് ചേർത്തിട്ട് തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. ഇത് കപ്പയ്ക്ക് തന്നെയാണ് ഏറ്റവും മാച്ചായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മധുരക്കിഴങ്ങ് ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ തൊലി ഇതുപോലെ പെട്ടെന്ന് ഇതുപോലെ വിട്ടുപോരുകയും ചെയ്യും. അപ്പോൾ മധുരക്കിഴങ്ങ് ഈ ഒരു മധുരമുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഞാൻ മധുരക്കിഴങ്ങിൻ്റെ ഉപ്മാവ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഉപ്മാവിൻ്റെ വീഡിയോ ഇല്ലേ, മധുരക്കിഴങ്ങ് ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിക്കോളൂ.